മുമ്പോട്ട് പോകാനുള്ള എല്ലാ കൃപയും കർത്താവ് തരും. നമുക്ക് പറയാൻ പറ്റും നിസ്സാരനാണ്, എനിക്കൊന്നുമില്ല, എനിക്ക് കഴിവുകളില്ല. പക്ഷെ നമ്മുടെ ആ നിസ്സാരതയെ ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ ഈശോ അതിന്റെ മേൽ കൃപ ചൊരിഞ്ഞ് ആ നിസ്സാരതയെ അഭിഷേകമാക്കി മാറ്റും. നമ്മുടെ നിസ്സാരതയെ നമ്മൾ ഈശോയുടെ കയ്യിലോട്ട് കൊടുത്താൽ ഈശോ കൃപ അതിലേക്ക് ഒഴുക്കി ആ നിസ്സാരതയെ അഭിഷേകമാക്കി മാറ്റും. അത് എപ്പോഴും ഓർത്തേക്കണം. അതുകൊണ്ട് കുറവുകളാണ്, സങ്കടങ്ങളാണ്, അകാലജാതനാണ്, നിസ്സാരനാണ്, പൗലോസിലെ അങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയല്ല. പക്ഷെ ഈശോയുടെ കയ്യിലോട്ട് ജീവിതം മുഴുവൻ കൊടുത്തു. ആ ജീവിതം കൊടുത്തപ്പോൾ ആ നിസ്സാരനായ മനുഷ്യനെ കർത്താവ് അസാധാരണക്കാരനായിട്ട് മാറ്റി. കാരണം എക്സ്ട്രാ ഓർഡിനറി ലൈഫുകളെ മാറ്റിയെടുക്കുന്ന, അഭിഷേകമാക്കി മാറ്റുന്ന ഒരു ഓർഡിനറി ലൈഫൊക്കെയാണ് നമുക്കങ്ങ് ചിന്തിക്കും. പക്ഷേ വി ബിലീവ് ഇൻ ആൻ എക്സ്ട്രാ ഓർഡിനറി ഗോഡ്. നമ്മുടെ ജീവിതം വളരെ ഓർഡിനറി ആയിരിക്കും. നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവ് എക്സ്ട്രാ ഓർഡിനറിയാണ്. നിസ്സാരക്കാരനെ അപാരനാക്കാൻ, മിടുക്കിയാക്കാൻ പറ്റുന്ന ഒരു കർത്താവ്. ആ കർത്താവ് തന്ന കൃപയാണെല്ലാം. ഒന്നുപോലും വേസ്റ്റ് ആക്കാതെ, ഒരു സമയം പോലും പാഴാക്കാതെ ഏറ്റവും വിശുദ്ധിയിൽ സൂപ്പറായിട്ട്, ഈശോയിൽ സൂപ്പറായിട്ട് ജീവിക്കുക. കർത്താവ് അതിനുള്ള എല്ലാ കൃപയും നിങ്ങൾക്ക് തരും, നമുക്ക് ഓരോരുത്തർക്ക് തരും. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം ഇനിയുള്ള മണിക്കൂറുകളെല്ലാം വലിയ അഭിഷേകത്തിൽ, കൃപയിലാവട്ടെ.